الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه نعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم وإياي بتقوى الله أعوذ بالله من الشيطان الرجيم الذين يأكلون الربا لا يقومون إلا كما يقوم الذي يتخبطه الشيطان من المس ذلك بأنهم قالوا إنما البيع مثل الربا وأحل الله البيع وحرم الربا فمن جاءه موعظة من ربه فانتهى فله ما سلف وأمره إلى الله ومن عاد فأولئك أصحاب النار هم فيها خالدون يمحق الله الربا ويربي الصدقات والله لا يحب كل كفار أثيم صدق الله العلي العظيم. പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ, ജീവിതത്തിലുടനീളം അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും വളരെ കണിശമായി ഞാൻ വസിയ്യത്ത് ചെയ്യുകയാണ്. ലോകത്ത് സാമ്പത്തിക രംഗത്ത് വലിയ ഒരു പ്രതിസന്ധി വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ തന്നെയുള്ള രാഷ്ട്രീയവും സാമൂഹികവും ധാർമ്മികവുമായ പ്രതിസന്ധികളോടൊപ്പമാണ് ലോകത്ത് ഈ സാമ്പത്തിക പ്രതിസന്ധി കൂടി വന്നു ചേർന്നിട്ടുള്ളത്. അമേരിക്കയിലെ സാമ്പത്തിക സ്ഥാപനങ്ങളിൽ നിന്ന് ആരംഭിക്കുകയും യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പടർന്നു കയറുകയും ചെയ്തിട്ടുള്ള സാമ്പത്തിക മാന്ദ്യം ആഫ്രോ ഏഷ്യൻ രാജ്യങ്ങളെ കൂടി ആക്രമിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ പ്രത്യാഘാതങ്ങളും കെടുതികളും നമ്മുടെ രാജ്യത്തിലും നമ്മുടെ പട്ടണത്തിലും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയും കൂടുതൽ അനുഭവിക്കേണ്ടി വരും എന്നിടത്തേക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. റിയൽ എസ്റ്റേറ്റ് കച്ചവടത്തിലുണ്ടായിട്ടുള്ള സ്തംഭനാവസ്ഥ, കോൾ സെന്ററുകളിലും മറ്റു IT മേഖലകളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാന്ദ്യം, ഇന്ത്യ രാജ്യത്തെ അടിമുടി ബാധിച്ചിട്ടുള്ള വിലക്കയറ്റം, നിർമ്മാണ മേഖലയിലുള്ള സ്തംഭനം തുടങ്ങിയവയെല്ലാം
ആഗോള സാമ്പത്തിക മാന്ദ്യത്തിൻ്റെ പ്രതിഫലനം എന്നോളം നമ്മളും അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന, ഇനിയും കൂടുതൽ അനുഭവിക്കും എന്ന് പ്രതീക്ഷിക്കേണ്ടുന്ന യാഥാർത്ഥ്യങ്ങളാണ്. ഈ സന്ദർഭത്തിൽ 2-3 കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. ഒരു കാര്യം, ഏതൊരു സാഹചര്യത്തെയും അഭിമുഖീകരിക്കാനും ആ സാഹചര്യങ്ങളെ മറികടക്കാനും ഒരുങ്ങിയിരിക്കുക എന്നുള്ളതാണ്. മാനസികമായ സന്നദ്ധതയും നമ്മുടെ ആസൂത്രണവുമാണ് അങ്ങനെ നമുക്കുണ്ടായിത്തീരേണ്ടത്. ഈ സാമ്പത്തിക മാന്ദ്യത്തിൻ്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പേറേണ്ടി വരിക സാമ്പത്തിക മാന്ദ്യത്തിന് കാരണമായിട്ടുള്ള ആളുകൾ മാത്രമായിരിക്കുകയില്ല. ഏതൊരു സാധാരണക്കാരും അതിൻ്റെ പിടിയിൽ അകപ്പെട്ടു എന്ന് വന്നേക്കും. വത്തഖൂ ഫിത്നത്തല്ലാ തുസീബന്നല്ലദീന ളലമൂ മിൻകും ഖാസ്സ. പരീക്ഷണങ്ങൾ വരുമ്പോൾ, ആപത്തുകൾ വരുമ്പോൾ അക്രമികളെ മാത്രമേ അത് പിടികൂടൂ എന്ന് നിങ്ങൾ വിചാരിക്കരുത്. അക്രമികൾ പിടികൂടുന്ന ഘട്ടങ്ങളിലെല്ലാം തന്നെ അക്രമികളല്ലാതെ സമൂഹത്തിൽ നിസ്സംഗരായിരുന്ന ആളുകളെയും നാശവും പരീക്ഷണവും പിടികൂടും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല താക്കീത് ചെയ്യുന്നുണ്ട്. ആ കാര്യം നമ്മുടെ ഓർമ്മയിലുണ്ടാകണം. രണ്ടാമതായി നമുക്ക് ചെയ്യാനുള്ളത് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക എന്നതാണ്. ഞങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത പരീക്ഷണങ്ങൾ ഞങ്ങൾക്ക് നീ നൽകരുതേ എന്നുള്ള പ്രാർത്ഥന എപ്പോഴും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷിക്കുവാനുള്ള, അലസതയിൽ നിന്നും ദുർബലാവസ്ഥയിൽ നിന്നും രക്ഷിക്കുവാനുള്ള പ്രാർത്ഥനയും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിനൽ ഫഖർ, അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിനൽ അജ്സി വൽ ഫഖർ, മിനൽ അജ്സി വൽ കസൽ എന്ന പ്രാർത്ഥന ഏതു സന്ദർഭത്തിലും നമ്മിൽ നിന്നുയരണം. മൂന്നാമതായി നമുക്ക് ചെയ്യാനുള്ള കാര്യം, ഇസ്ലാമിൻ്റെ ഭൂമികയിലും അടിത്തറയിലും നിന്നുകൊണ്ട് ഈ സംഭവങ്ങളെ നോക്കിക്കാണുകയും ഇസ്ലാമിൻ്റെ പ്രചാരണത്തിനും പ്രബോധനത്തിനും ഈ സന്ദർഭത്തെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. ലോകത്ത് ഇതിനനുസൃതമായിട്ടുള്ള ശ്രമങ്ങൾ വേണ്ടുവോളം നടന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ലോകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിക പ്രവർത്തകരും പണ്ഡിതന്മാരും നേതാക്കളും ഈ സന്ദർഭത്തെ പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇസ്ലാമിൻ്റെ മേന്മയെയും ഇസ്ലാമിൻ്റെ അജയ്യതയെയും ഇസ്ലാമിൻ്റെ പ്രായോഗികതയെയും ജനങ്ങളുടെ മുമ്പിൽ വെക്കാൻ ഉള്ള ശ്രമം നടത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം. സാമ്പ്രദായികമായിട്ടുള്ള സമ്പദ്ഘടനയെക്കുറിച്ച്, പലിശാധിഷ്ഠിതമായ സമ്പദ്ഘടനയെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രവചനം നടത്തുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ചിത്രം അവതരിപ്പിക്കുന്നുണ്ട്. ആ ചിത്രം അവതരിപ്പിക്കുന്ന 1-2 ആയത്തുകളാണ് തുടക്കത്തിൽ ഞാൻ ഊതിക്കേൾപ്പിച്ചത്. അല്ലദീന യഅ്കുലൂന റിബാ ലാ യഖൂമൂന ഇല്ലാ കമാ യഖൂമുൽ ലദീ യതഖബ്ബതുഹു ശൈത്വാനു ബിൽ മസ്. പലിശ തിന്നുന്നവർ പിശാച് ബാധയേറ്റവരെ പോലെ അല്ലാതെ എഴുന്നേറ്റു നിൽക്കാൻ കഴിയാത്തവനാണ് എന്നുള്ളതാണ് ആ വിലയിരുത്തൽ. പരമ്പരാഗത തഫ്സീറുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്
പലിശ തിന്നുന്നവൻ അല്ലാഹുവിന്റെ സന്നിധാനത്തിൽ വരുന്നത് പരലോകത്ത് പൈശാചിക ബാധയേറ്റവനെ പോലെയായിരിക്കും എന്നാണ്. അതേ തഫ്സീറുകൾ തന്നെ പലിശ തിന്നുന്നവന്റെ ജീവിതം ഈ ദുനിയാവിൽ അങ്ങനെയായിരിക്കും എന്നുകൂടി വിലയിരുത്തിയിട്ടുണ്ട്. എന്നാൽ പലിശ തിന്നുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചുള്ള വിലയിരുത്തൽ മാത്രമല്ല ഇത്, മറിച്ച് പലിശാധിഷ്ഠിതമായിട്ടുള്ള ഒരു സമ്പദ്ഘടനയെക്കുറിച്ചുള്ള വിലയിരുത്തൽ കൂടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ലോക സമ്പദ്ഘടനയ്ക്ക് തന്നെ പിശാചുബാധയേറ്റു കഴിഞ്ഞിരിക്കുന്നു. പിശാചുബാധയേറ്റവനെ പോലെയല്ലാതെ ഇന്ന് ലോക സമ്പദ്ഘടനയ്ക്ക് എഴുന്നേറ്റു നിൽക്കാൻ കഴിയുന്നില്ല. പിടിച്ചു നേരെ നിർത്താൻ, താങ്ങി കാലുറപ്പിച്ചു നിർത്താൻ നടത്തുന്ന എല്ലാ ശ്രമങ്ങളും പാളിപ്പോവുകയാണ് ചെയ്യുന്നത്. വീണ്ടും നാശത്തിലേക്ക് തന്നെ, പതനത്തിലേക്ക് തന്നെ സമ്പദ്ഘടന കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്നു. 10-18 മാസമായി ഈ കൂപ്പുകുത്തൽ ആരംഭിച്ചിട്ട്. വലിയ സാമ്പത്തിക വിദഗ്ധരായ ആളുകൾ ലോകാടിസ്ഥാനത്തിൽ തന്നെ ചിന്തിച്ചുകൊണ്ട് ഇതിനെ മറികടക്കാൻ എന്തുണ്ട് വഴി എന്ന് ആലോചിച്ചുകൊണ്ടേയിരുന്നിട്ടുണ്ട്. പക്ഷേ അവർക്ക് രക്ഷിക്കാനായിട്ടില്ല. 70,000 കോടി രൂപയാണ് അമേരിക്കൻ സർക്കാർ മാത്രം ഈ തളർച്ചയിൽ നിന്ന് സമ്പദ്ഘടനയെ രക്ഷിക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ബ്രിട്ടീഷ് ഗവൺമെന്റ് $8,700 കോടി, $20,000 കോടി കൂടി അവർ അതിനു വേണ്ടി ചെലവഴിക്കും എന്ന് പറയുന്നു. ഒരു വിദഗ്ധൻ അമേരിക്ക ചെലവഴിക്കാമെന്ന് വെച്ചിട്ടുള്ള 70,000 കോടി രൂപയെ കണക്കാക്കിയിട്ടുള്ളത് ഇങ്ങനെയാണ്. $100 നോട്ടെടുത്ത് അട്ടിവെക്കുകയാണെങ്കിൽ ആ അട്ടിക്ക് 54 മൈൽ ഉയരം വരും എന്ന്. അത്രയും വലിയൊരു സംഖ്യ. ഇത് $70,000 കോടി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒതുങ്ങുന്ന ഒന്നല്ല അത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിശദീകരണം അതിന് നൽകേണ്ടി വരുന്നത്. അത്രയും വലിയൊരു സംഖ്യ അമേരിക്കയിൽ തകർന്നുകൊണ്ടിരിക്കുന്ന സമ്പദ്ഘടനയിലേക്ക് ഇറക്കണം എന്ന് തീരുമാനിച്ചിട്ട് പോലും പ്രതീക്ഷാനിർഭരമായ ഒരവസ്ഥ സൃഷ്ടിക്കുവാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. ഇത്രയും കോടി രൂപ എന്തിനു വേണ്ടി ചെലവഴിക്കുന്നു എന്നുള്ള ചോദ്യവും ആ ചെലവഴിക്കുന്നതിന്റെ പ്രത്യാഘാതങ്ങളും മറ്റൊരു പ്രശ്നമായി വളർന്നു വരാൻ പോവുകയാണ്. നികുതിപ്പണം ആണ് ഈ എടുത്തു ചെലവഴിക്കുന്നത്. സാമ്പത്തിക തകർച്ച മുഖ്യമായും ബാധിച്ചിട്ടുള്ളത് ആരെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് ബാങ്കുകളെ, 2 ഇൻഷുറൻസ് കമ്പനികളെ, മൂന്നാമത്തേത് ഊഹക്കച്ചവടക്കാരെ, നാലാമത്തേത് ഷെയർ മാർക്കറ്റുകൾ കൊണ്ടു നടത്തുന്നവരെ. ഇവരെയാണ് ബാധിച്ചിട്ടുള്ളത്. $70,000 കോടി കൊണ്ട് സഹായിക്കുന്നു എന്ന് പറഞ്ഞാൽ അവരെയാണ് സഹായിക്കുന്നത്. ആ സഹായം നേരിട്ട് സാധാരണക്കാരനിലേക്ക് എത്തുന്നില്ല. നികുതിയാകട്ടെ സാധാരണക്കാരൻ കൊടുക്കുന്നതാണ്. നേരത്തെ പറഞ്ഞ വിഭാഗങ്ങൾ വൻ നികുതി കൊടുക്കുന്നുണ്ടെങ്കിലും ആ നികുതി യഥാർത്ഥത്തിൽ അവർ കൊടുക്കുന്നതല്ല, സാധാരണക്കാരിൽ നിന്ന്, ഗുണഭോക്താവിൽ നിന്ന് ഈടാക്കിക്കൊണ്ട് മാത്രം ഗവൺമെന്റിൽ അടക്കുന്നവയാണ്. അപ്പോൾ നികുതി കൊടുക്കുന്ന സാധാരണക്കാരന്റെ പണമെടുത്തുകൊണ്ട് ഇത്രയും വലിയൊരു തുക ഈ വമ്പന്മാർക്കും കൊമ്പന്മാർക്കും കൊടുക്കാൻ പാടുണ്ടോ എന്നുള്ള ഒരു ചോദ്യം നിലനിൽക്കുന്നു. അതിന്റെ നൈതിക പ്രശ്നമുണ്ട്, അതിന്റെ ധാർമ്മിക പ്രശ്നമുണ്ട്,
അത് സൃഷ്ടിക്കുന്ന സാമൂഹ്യ പ്രത്യാഘാതങ്ങളുണ്ട്, അത് സൃഷ്ടിക്കുന്ന ദാരിദ്ര്യവും പട്ടിണിയുമുണ്ട്. എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടുത്താനുള്ള എല്ലാ ശ്രമവും കൂടുതൽ പാളുക എന്നുള്ളതല്ലാതെ പൂർണ്ണമായും രക്ഷപ്പെടുത്തിയെടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇതാണ് പലിശയിൽ അധിഷ്ഠിതമായിട്ടുള്ള സമ്പദ്ഘടനയെ സംബന്ധിച്ചുള്ള വിശുദ്ധ ഖുർആനിന്റെ പ്രവചനം. ഈ പ്രവചനം ശരിയാംവണ്ണം മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്തുകൊണ്ട് സാധാരണക്കാരന് വിശദീകരിച്ചു കൊടുക്കാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ് എന്നാണ് ഞാൻ സൂചിപ്പിക്കാൻ ഉദ്ദേശിച്ചത്. ദീനുൽ ഇസ്ലാം ഏറ്റവും പ്രാധാന്യത്തോടുകൂടി കൈകാര്യം ചെയ്ത ഒരു ചാബല്യമാണ് മനുഷ്യന്റെ ചാബല്യം, തക്കാസുർ എന്ന് പറയുന്നത്. തക്കാസുർ എന്ന് പറഞ്ഞാൽ ധാരാളം നേടിയെടുക്കണം എന്ന ആഗ്രഹം, നേടിയെടുത്തതിന്റെ പേരിലുള്ള പരസ്പര മത്സരം, നേടിയെടുത്തു കഴിഞ്ഞതിന്റെ മുകളിൽ അടയിരുന്നുകൊണ്ട് ഞാനാണ് ഏറ്റവും കൂടുതൽ ആളും അർത്ഥവുമുള്ളവൻ എന്നുള്ള പെരുമ നടിക്കൽ. ഈ മൂന്ന് ഘടകങ്ങളും കൂടി ചേർന്നതാണ് തക്കാസുർ എന്ന് പറയുന്നത്. ഈ തക്കാസുറിനെ നമുക്ക് ആർത്തി എന്ന് വിശേഷിപ്പിക്കാം. കുറച്ചുകൂടി മാന്യമായ പദം പറഞ്ഞാൽ ലാഭേച്ഛ എന്നാണ് അതിന് പറയുക. ആധുനിക മുതലാളിത്തത്തിന്റെ അടിസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ഈ ലാഭേച്ഛയാണ്, ആർത്തിയാണ്. ഈ തക്കാസുറാണ് മുതലാളിത്തത്തിന്റെ അടിസ്ഥാനം. ആ മുതലാളിത്തത്തെ തക്കാസുർ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതല്ലാതെ ആ തക്കാസുറിനെ നിയന്ത്രിക്കാനുള്ള ഒരു ഘടകവും മുതലാളിത്ത സാമൂഹ്യ വ്യവസ്ഥിതിയിലോ മുതലാളിത്ത സാമ്പത്തിക വ്യവസ്ഥിതിയിലോ ഇല്ല എന്നുള്ളതാണ് മുതലാളിത്തത്തിന്റെ മൗലികമായ പരാജയം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവർ പറയുന്നത് അദൃശ്യമായ കരങ്ങൾ മാർക്കറ്റിനെ നിയന്ത്രിച്ചുകൊള്ളും എന്നാണ്. അനുഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു, അദൃശ്യമായ ഒരു കരത്തിനും മാർക്കറ്റിന്റെ ദൂഷ്യങ്ങളെ നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടില്ല. മാർക്കറ്റിനെ ദൈവമായി അംഗീകരിച്ച്, മാർക്കറ്റിനെ പൂജിച്ച്, മാർക്കറ്റാണ് എല്ലാം എന്ന് വിചാരിച്ചുകൊണ്ട് വളർത്തിയെടുക്കപ്പെട്ട സമ്പദ് വ്യവസ്ഥ കൂപ്പുകുത്തുന്ന ഘട്ടത്തിൽ അതിനെ നിയന്ത്രിക്കാനും അതിനെ വഴിക്കുകൊണ്ടുവരാനും അദൃശ്യകരങ്ങൾക്ക് സാധ്യമാകുന്നില്ലെന്ന് മാത്രമല്ല, നികുതി പണം ഇത്ര വലിയ തോതിൽ ചെലവഴിച്ചിട്ടും സാധ്യമാകുന്നില്ലെന്ന് വരുമ്പോൾ ഈ തക്കാസുറിനെ നിയന്ത്രിക്കാൻ, ഈ ലാഭേച്ഛയെ നിയന്ത്രിക്കാൻ, ലാഭേച്ഛയിൽ അധിഷ്ഠിതമായിട്ടുള്ള സമ്പദ്ഘടനയെയും മാർക്കറ്റിനെയും നിയന്ത്രിക്കാൻ മറ്റു കരങ്ങൾ ആവശ്യമാണ് എന്നുള്ള ബോധം നമുക്കുണ്ടായിത്തീരുന്നു. ആ കരങ്ങൾ ഏതാണ്? ആ കരങ്ങൾ ഏതാണ് എന്നതിനെ സംബന്ധിച്ച് ദീനുൽ ഇസ്ലാമിന് വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുണ്ട്. ദീനുൽ ഇസ്ലാമിൽ സമ്പത്ത് അല്ലാഹുവിൻ്റെതാണ്. ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും തൗഹീദുണ്ട്. ഏകദൈവത്വം എന്ന് പറയുന്ന ആശയമുണ്ട്, ആശയത്തിന്റെ സ്പർശമുണ്ട്. സാമ്പത്തിക രംഗത്തുള്ള തൗഹീദ് എന്താണെന്ന് ചോദിച്ചാൽ സമ്പത്ത് മുഴുവൻ അല്ലാഹുവിൻ്റെതാണ്, മനുഷ്യൻ അതിൽ കൈകാര്യകർത്താവ് മാത്രമാണ്, ട്രസ്റ്റിഷിപ്പ് മാത്രമേ മനുഷ്യനുള്ളൂ എന്നുള്ളതാണ് ഇസ്ലാമിന്റെ ഏറ്റവും മൗലികമായ കാഴ്ചപ്പാട്. എങ്ങനെ സമ്പാദിക്കണമെന്നും എങ്ങനെ ചെലവഴിക്കണമെന്നും പറയാനുള്ള അവകാശം അല്ലാഹുവിന് മാത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ നിയോഗിച്ചുകൊണ്ട്, വേദഗ്രന്ഥങ്ങൾ അയച്ചുകൊണ്ട് മനുഷ്യന് നൽകിയ നിർദ്ദേശങ്ങളുടെ കൂട്ടത്തിൽ സമ്പത്ത് എങ്ങനെ സമ്പാദിക്കണമെന്നും അതെങ്ങനെ ചെലവഴിക്കണം എന്നുകൂടി വിശദീകരിച്ചിട്ടുണ്ട്. സമ്പത്ത് മുഴുവൻ അല്ലാഹുവിൻ്റെതാണെന്നുള്ള ബോധം, അവന്റെ കൽപ്പനകൾക്കനുസരിച്ചേ ഞാനത് സമ്പാദിക്കാവൂ, ഞാനത് ചെലവഴിക്കാവൂ എന്നുള്ള ബോധം, അവന്റെ നിർദ്ദേശങ്ങൾ അപ്പടി പാലിക്കുവാനുള്ള സന്നദ്ധത,
ഇതാണ് മാർക്കറ്റിൽ ലാഭേച്ഛയെ നിയന്ത്രിക്കുവാനുള്ള, ലാഭേച്ഛയെ വഴിതിരിച്ചു വിടുവാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത്. ഈ തൗഹീദിൽ നിന്ന് സമ്പദ്ഘടനയെ അടർത്തിയെടുത്തു എന്നുള്ളതാണ് ലോക സമ്പദ്ഘടനയ്ക്ക് സംഭവിച്ചിട്ടുള്ള ഏറ്റവും വലിയ പരാധീനത. കമ്മ്യൂണിസം പരാജയപ്പെടാനുള്ള കാരണം അത് തന്നെ, മുതലാളിത്തം പരാജയപ്പെടുവാനുള്ള കാരണവും അതുതന്നെയാണ്. അതുകൊണ്ട് അതിന്റെ മൗലികമായ അടിത്തറകളിലേക്ക്, ശരിയായ കാഴ്ചപ്പാടുകളിലേക്ക് തിരിച്ചു പോവുകയല്ലാതെ ഒരു നിവൃത്തിയുമില്ല എന്ന ബോധമാണ് ലോകത്തെ ജനങ്ങൾക്ക് നാം നൽകേണ്ടത് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. രണ്ടാമത്, ഇസ്ലാം ആഗ്രഹിക്കുന്നത് സാമ്പത്തിക ഘടന പൂർണ്ണമായും സുതാര്യമായിരിക്കണം എന്നുള്ളതാണ്. ഒരിക്കലും ഊഹാധിഷ്ഠിതമായിരിക്കരുത്. അത് സുഹത്ത് എന്ന ഒരു പ്രയോഗം വിശുദ്ധ ഖുർആനിലുണ്ട്. സുഹത്ത് എന്ന പ്രയോഗം, സുഹത്ത് എന്ന വാക്കിന്റെ അർത്ഥം മിഥ്യ എന്നാണ്, അടിത്തറയില്ലാത്തത് എന്നാണ്. മിഥ്യ ഭക്ഷിക്കുന്നവരെ, മിഥ്യയെ, ശൂന്യതയെ, ഊഹത്തെ സമ്പദ്ഘടനയുടെ അടിത്തറയാക്കുന്നവരെ വിശുദ്ധ ഖുർആൻ നിശിതമായി വിമർശിച്ചിട്ടുണ്ട്. ഇന്ന് ലോക സമ്പദ്ഘടനയുടെ ഏറ്റവും വലിയ അടിത്തറ മിഥ്യയാണ്. നിങ്ങളുടെ പോക്കറ്റിലൊക്കെ കാശുണ്ട്. റിസർവ് ബാങ്ക് അടിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു നാണയം, ഏതെങ്കിലും ഒരു കറൻസി നോട്ട് നിങ്ങൾ എടുത്തുകൊണ്ട് പരിശോധിച്ചു നോക്കൂ. അതിൽ കാണാം 100 രൂപ നോട്ടാണെങ്കിൽ അതിൽ കാണാം 100 രൂപ ഇത് കയ്യിൽ പിടിക്കുന്ന ഒരാൾക്ക് നൽകാൻ ഞാൻ ബാധ്യസ്ഥനാണ് എന്ന് റിസർവ് ബാങ്കിന്റെ ഗവർണർ എഴുതി ഒപ്പിട്ടുണ്ടായിരിക്കും. എന്റെ കയ്യിൽ 100 രൂപയുണ്ടെങ്കിൽ ഈ 100 രൂപക്ക് പകരമായിട്ട് 100 രൂപ എനിക്ക് നൽകാൻ റിസർവ് ബാങ്ക് ബാധ്യസ്ഥമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ ഗവർണർ ഒപ്പിട്ടിട്ടുള്ള ഒരു ഭാഗം ആ കടലാസിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതാണ് പ്രോമിസ്, ഇതാണ് വാഗ്ദാനം. ആ പ്രോമിസ് എഴുതിയ നോട്ട് കടലാസാണ് നമ്മുടെ കയ്യിലുള്ളത്. എന്റെ കയ്യിൽ 100 രൂപയുണ്ട് എന്നതിനർത്ഥം ഈ 100 രൂപക്ക് പകരമായി എന്തെങ്കിലും ഒന്ന് റിസർവ് ബാങ്കിലുണ്ട് എന്നുള്ളതാണ്. റിസർവ് ബാങ്കിൽ കരുതൽ ശേഖരമില്ലാത്ത ഒരു 100 രൂപയാണ് എന്റെ കയ്യിലുള്ളതെങ്കിൽ ആ 100 രൂപക്ക് ഒരു വിലയുമില്ല. എന്റെ 100 രൂപക്ക് പകരം 50 രൂപയുടെ ശേഖരം മാത്രമേ റിസർവ് ബാങ്കിന്റെ കയ്യിലുള്ളൂ എങ്കിൽ എന്റെ 100 രൂപയുടെ മൂല്യം 50 രൂപയാണ്. 9 രൂപയുടെ കരുതൽ ശേഖരം മാത്രമേ എന്റെ 100 രൂപയ്ക്ക് വേണ്ടി റിസർവ് ബാങ്കിലുള്ളൂ എങ്കിൽ എന്റെ കടലാസിൽ 100 എന്ന് അച്ചടിച്ചിട്ടുണ്ടെങ്കിലും എന്റെ രൂപയുടെ വില വെറും 9 രൂപ മാത്രമാണ്. ഈ ഒരു താളപ്പിഴ, ഈ ഒരു ഊഹാധിഷ്ഠിതമായ കച്ചവടം സർക്കാർ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്ന കച്ചവടമാണ്. കള്ളനോട്ടുകൾ 2 രൂപത്തിൽ അടിക്കപ്പെടുന്നുണ്ട് ഇന്ത്യയിൽ. ഒന്ന്, സാമൂഹ്യ വിരുദ്ധരായ ആളുകൾ അവർക്ക് ലാഭം കൊയ്യുന്നതിനു വേണ്ടിയും സമ്പദ്ഘടനയെ മലീമസമാക്കുന്നതിനു വേണ്ടിയും ഉണ്ടാക്കുന്ന കള്ളനോട്ടാണ്. അത് പലപ്പോഴും പിടിക്കപ്പെടാറുണ്ട്, പിടിക്കപ്പെടുന്നവർ ശിക്ഷിക്കപ്പെടാറുമുണ്ട്. എന്നാൽ ഗവൺമെന്റ് തീരുമാനമെടുത്തുകൊണ്ട് കരുതൽ ശേഖരമില്ലാതെ അടിച്ചുവിടുന്ന നോട്ടും കള്ളനോട്ടാണ്. അത് അംഗീകൃത കള്ളനോട്ടാണ് എന്നുള്ള വ്യത്യാസം മാത്രമേയുള്ളൂ. അനംഗീകൃതമായിട്ടുള്ള കള്ളനോട്ട് സമ്പദ്ഘടനയെ കുഴപ്പത്തിലാക്കുന്നുണ്ടെങ്കിൽ സർക്കാർ വിലാസത്തിൽ നടത്തുന്ന കള്ളനോട്ട് വ്യവസായവും സമ്പദ്ഘടനയെ കുഴപ്പത്തിലാക്കുന്നുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. അത് മിഥ്യയാണ്, അത് സ്വത്താണ്.
പക്ഷേ ആ സ്വത്ത് ലോകത്ത് മുഴുവൻ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് നാം മനസ്സിലാക്കുക. 100 രൂപ ഇപ്പോൾ എന്റെ കേശയിലുണ്ട് എന്നുള്ളത് ഒരു ഊഹം മാത്രമാണ്. ആ ഊഹത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ജീവിച്ചു പോരുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അത് വളർന്ന് വികസിച്ചെവിടെ എത്തി എന്ന് ചോദിച്ചാൽ, ഷെയർ മാർക്കറ്റുകളിൽ ഈ ഊഹക്കച്ചവടം വ്യാപകമാണ്. ഇന്നലെ കുത്തനെ മേപ്പെട്ട് ഇന്ന് കുത്തനെ താഴെ. BJP വരും എന്ന് പറയുമ്പോൾ മേപ്പെട്ട്, കോൺഗ്രസ് വരും എന്ന് പറയുമ്പോൾ കീഴ്പോട്ട്. കോൺഗ്രസിൽ തന്നെ ഇന്നയാൾ പ്രധാനമന്ത്രിയാകുമെന്ന് പ്രചരിപ്പിക്കപ്പെടുമ്പോൾ മേൽപോട്ട്, ഇന്നയാൾ പ്രധാനമന്ത്രിയാകും എന്ന് തീരുമാനിക്കുമ്പോൾ കീഴ്പോട്ട്. ഇങ്ങനെ വസ്തുതയുമായി യാതൊരു ബന്ധവുമില്ലാതെ, സംഭവവുമായി യാതൊരു ബന്ധവുമില്ലാതെ ഉയർന്നുകൊണ്ടിരിക്കുകയും താഴ്ന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഷെയർ മാർക്കറ്റുകളും ജീവിത സൂചികകളും പണപ്പെരുപ്പ സൂചികകളും എല്ലാം കൂടി ചേർന്നുകൊണ്ട് മിഥ്യയുടെ ഒരു ശ്ലോകം തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ്. ആ മിഥ്യയുടെ ലോകത്താണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇസ്ലാം മിഥ്യകളെ തള്ളിക്കളയുന്നു. ഇസ്ലാം ഊഹങ്ങളെ തള്ളിക്കളയുന്നു. ഇസ്ലാം യാഥാർത്ഥ്യത്തിന്റെ ലോകത്ത് കാര്യങ്ങളെ നിർത്താൻ ഇഷ്ടപ്പെടുന്നു. ഹക്കുകളെ ഹക്കുകളായും ബാത്തിലുകളെ ബാത്തിലുകളായും വേർതിരിക്കുന്നു. ഹക്കിന് ഹക്കിന്റെ സ്ഥാനമുണ്ട്, ബാത്തിലിന് ബാത്തിലിന്റെ സ്ഥാനമുണ്ട്. ബാത്തിലിന് ഒരിക്കലും ഹക്കിന്റെ സ്ഥാനത്തെത്താൻ കഴിയുകയില്ല. ഹക്കിനെയും ബാത്തിലിനെയും കൂട്ടിക്കലർത്തുക എന്നുള്ളതും ഇസ്ലാം വളരെ വലിയ തിന്മയായി കാണുന്ന കാര്യമാണ്. എന്താണ് ഒരു രാജ്യത്തിന്റെ സമ്പത്ത്? ആ സമ്പത്ത് മാത്രമേ ആ രാജ്യത്തിലെ ജനങ്ങൾക്ക് അനുഭവിക്കുവാൻ അവകാശമുള്ളൂ. എന്താണോ ഒരു കുടുംബത്തിന്റെ സമ്പത്ത്, ആ സമ്പത്താണ് ആ കുടുംബത്തിന് അനുഭവിക്കുവാൻ അവകാശമുള്ളത്. എന്താണോ ഒരു വ്യക്തിയുടെ സമ്പത്ത്, ആ വ്യക്തിയുടെ സമ്പത്ത് മാത്രമേ അയാൾക്ക് അനുഭവിക്കുവാൻ അവകാശമുള്ളൂ. ഏതെങ്കിലും വ്യക്തികൾ പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ സമൂഹം ആ വ്യക്തിയെ സഹായിക്കണം. ഏതെങ്കിലും കുടുംബം പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ ഔദാര്യം എന്നുള്ള നിലയ്ക്ക് സമൂഹം ആ കുടുംബത്തെ സഹായിക്കണം. ലോകത്ത് ഏതെങ്കിലും രാഷ്ട്രം പ്രത്യേകമായി പ്രയാസം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ലോകരാഷ്ട്രങ്ങൾ ഒരു ചാരിറ്റി എന്നുള്ള നിലയിൽ, ഒരു സദഖ എന്നുള്ള നിലയിൽ, ഒരു സകാത്ത് എന്നുള്ള നിലയിൽ അവരുടെ സഹായത്തിനെത്തണം. വ്യക്തികളുടെയും കുടുംബങ്ങളുടെയും സ്ഥാപനങ്ങളുടെയും രാഷ്ട്രങ്ങളുടെയും ദൈന്യതയും ദാരിദ്ര്യവും പട്ടിണിയും മുതലാളിമാർക്ക് തടിച്ചു കൊഴുക്കുവാനുള്ള മാർഗമായിട്ട് ഒരിക്കലും വികസിക്കരുത്. അങ്ങനെ വികസിക്കുന്നത് അപകടകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ആ സമ്പ്രദായത്തെയാണ് യഥാർത്ഥത്തിൽ പലിശ എന്ന് പറയുന്നത്. സദഖയും സകാത്തും ഉള്ളവനിൽ നിന്ന് ഇല്ലാത്തവനിലേക്ക് സമ്പത്ത് ഒഴുകിയെത്തുന്നതിനുള്ള മാർഗമാണെങ്കിൽ, പലിശ ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളവനിലേക്ക് സമ്പത്ത് കയറിപ്പോകുന്നതിനുള്ള, കുമിഞ്ഞുകൂടുന്നതിനുള്ള മാർഗമാണ് എന്ന് നാം മനസ്സിലാക്കുക. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, യംഹഖുല്ലാഹു റിബ വയുർബി സദഖാത്ത്. യംഹഖുല്ലാഹു റിബ വയുർബി സദഖാത്ത്. എത്ര മനോഹരമായ പാഠമാണിത്! എത്ര മനോഹരമായ പാഠമാണിത്! അല്ലാഹു പലിശയെ തുടച്ചു നീക്കുന്നു, വൈപ്പ് ഔട്ട് ചെയ്ത് കളയുന്നു. പലിശയുടെ അംശം പോലും സമൂഹത്തിൽ ഉണ്ടാകരുത് എന്ന് ആഗ്രഹിക്കുന്നു. എന്നാൽ സദഖയെ, ചാരിറ്റിയെ, സകാത്തിനെ അല്ലാഹു പ്രോത്സാഹിപ്പിക്കുന്നു, വളർത്തിയെടുക്കുന്നു. നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിൽ സദഖയുടെയും സകാത്തിന്റേതുമായ വികാരങ്ങൾ നട്ടും നനച്ചുകൊണ്ട്, അതിനെ വളർത്തിയെടുത്തുകൊണ്ട്, അതിനെ വികസിപ്പിച്ചുകൊണ്ട്, അതിനെ പൂക്കാനും കായ്ക്കാനും വിട്ടുകൊണ്ട്, അതിന്റെ ഗുണഫലങ്ങൾ മനുഷ്യ സഞ്ചയത്തിന് ലഭ്യമാക്കിക്കൊണ്ട് വയുർബി സദഖാത്ത്, മനോഹരമായ പ്രയോഗമാണ്. ചാരിറ്റിയെ വികസിപ്പിക്കുവാൻ അല്ലാഹു ഉദ്ദേശിക്കുന്നു. ചാരിറ്റിയും റിബയും പരസ്പര വിരുദ്ധങ്ങളായ രണ്ടാശയങ്ങളാണ്. റിബയ്ക്ക് ഇസ്ലാമിൽ യാതൊരു സ്ഥാനവുമില്ല. എന്നാൽ ചാരിറ്റി, സദഖ ഇസ്ലാമിന്റെ അടിത്തറയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്.
ഈ വ്യത്യാസം ഏതൊരു സമൂഹത്തിന് മനസ്സിലാകുന്നില്ലയോ, ആ സമൂഹത്തിന്റെ ഗതി പിശാചി ബാധയേറ്റ ഒരു സമൂഹത്തിന്റെ ഗതിയായിരിക്കും എന്നുള്ളതാണ്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായ ഭാഷയിൽ നമുക്ക് ഇവിടെ വിശദീകരിച്ചു തരികയാണ് ചെയ്തിട്ടുള്ളത്. സാമ്പത്തിക വളർച്ചയുണ്ടായി എന്ന് നാം പറയാറുണ്ട്. 10% വളർച്ചയുണ്ടായി, 12% വളർച്ചയുണ്ടായി. ഇങ്ങനെയുള്ള വളർച്ചയിൽ ഇസ്ലാമിന് യാതൊരു താല്പര്യവുമില്ല. ഈ വളർച്ച എന്താണെന്ന് ചോദിച്ചാൽ എല്ലാ വിഭാഗങ്ങൾക്കും ലഭ്യമായിക്കൊള്ളണമെന്ന് നിർബന്ധമില്ലാത്ത ഒരു വളർച്ചയാണ്. ഇന്ത്യയിൽ സാമ്പത്തിക വളർച്ചയുണ്ടായി എന്ന് പറഞ്ഞാൽ വലിയ വലിയ മുതലാളിമാർ വളർന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതിനർത്ഥം. പൊതുവിൽ സാമ്പത്തിക വളർച്ചയുണ്ടായി. ആ സാമ്പത്തിക വളർച്ചയുടെ ഗുണഭോക്താക്കളാണ് ആരാണ്? വലിയ വലിയ മുതലാളിമാരാണ് അതിന്റെ ഗുണഭോക്താക്കൾ. എന്നാൽ വിലക്കയറ്റവും ദാരിദ്ര്യവും പട്ടിണിയും നമ്മുടെ രാജ്യത്ത് വർദ്ധിച്ചു വന്നുകൊണ്ടേയിരിക്കും. 10% വളർച്ചയുണ്ടാകുമ്പോൾ 5% പട്ടിണിക്കാരെങ്കിലും ഇന്ത്യയിൽ കുറയേണ്ടതാണ്. കുറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, പട്ടിണിക്കാരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് ചെയ്തിട്ടുള്ളത് എന്ന് മൊത്തം ഇന്ത്യയിലെ കണക്ക് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. ഇത് പറയുമ്പോൾ ചില ആളുകൾ ചോദിക്കും, മുമ്പത്തെ മാതിരിയൊന്നും പട്ടിണി ഇപ്പൊ ഇല്ലല്ലോ. ഞമ്മക്കില്ല. അതിന് ചില കാരണങ്ങളുണ്ട്. ഈ പള്ളിയിൽ വന്നിരിക്കുന്ന ആളുകൾക്ക് തീരെയുമില്ല എന്ന് ഞാൻ പറയും. കാരണം അത് സമൂഹത്തിലെ ഒരു പ്രത്യേക തരത്തിലുള്ള ആളുകളാണ്. ഇന്ത്യയിൽ നിന്ന് പട്ടിണി എടുത്തു മാറ്റപ്പെട്ടിട്ടില്ല. എന്നിട്ടും സാമ്പത്തിക വളർച്ച എന്ന് നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ സാമ്പത്തിക വളർച്ചയുടെ മൗലികമായ തകരാറ് അതിന്റെ ഗുണഭോക്താക്കൾ സമ്പന്നർ മാത്രമാണ് എന്നുള്ളതാണ്. ഇതിനെ ഇസ്ലാം തീരെ ഇഷ്ടപ്പെടുന്നില്ല. സമ്പന്നരിൽ മാത്രം സമ്പത്തിങ്ങനെ കറങ്ങിത്തിരിയുന്നതിനെ ഇസ്ലാം ഇഷ്ടപ്പെടുന്നില്ല. സാമ്പത്തികമായ ഒട്ടനവധി ക്രമീകരണങ്ങളെ സംബന്ധിച്ച് പറഞ്ഞതിന് ശേഷം ഖുർആൻ പ്രയോഗിക്കുന്ന ഒരു വാചകമുണ്ട്. കൈലാ യകൂന ദൂലതം ബൈനൽ അഗ്നിയാഇ മിൻകും. ഈ ക്രമീകരണങ്ങളെല്ലാം നാം നിർദ്ദേശിക്കുന്നത്, ഈ സമ്പദ് വിതരണ രീതി നാം നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് സമ്പത്ത് ഏതാനും ചില ആളുകളിൽ മാത്രം കറങ്ങിത്തിരിയാതിരിക്കുന്നതിനു വേണ്ടിയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അതുകൊണ്ട് സമ്പത്ത് വിതരണം ചെയ്യപ്പെടണം. ധനികന്മാരിൽ നിന്ന് ദരിദ്രരിലേക്ക് ഒഴുകുവാനുള്ള ചാനലുകൾ സൃഷ്ടിക്കപ്പെടണം, വഴികൾ സൃഷ്ടിക്കപ്പെടണം. ഇത് ഇസ്ലാമിന്റെ മൗലികമായിട്ടുള്ള കാഴ്ചപ്പാടാണ്. പലിശയിൽ അങ്ങനെ ഒരു രീതിയില്ല. പലിശ കാരണം വളർച്ചയുണ്ടാകും എന്നത് നമ്മുടെ തെറ്റിദ്ധാരണയാണെന്ന് അല്ലാഹു പറയുന്നുണ്ട്. വമാ ആതൈതും മിൻ റിബൻ ലിയർബൂ ഫീ അംവാലിന്നാസ്. ജനങ്ങളുടെ സമ്പത്തിൽ വർധനവുണ്ടാകുവാൻ വേണ്ടി നിങ്ങൾ നൽകുന്ന പലിശയുണ്ടല്ലോ, ഫലാ യർബൂ ഇൻദല്ലാഹ്. യഥാർത്ഥത്തിൽ അത് വളരുന്നില്ല, സത്യത്തിൽ അത് വളരുന്നില്ല. അത് സമ്പദ്ഘടനയുടെ ക്യാൻസറാണ്. നിങ്ങളുടെ കഴുത്തിൽ ഒരു മുഴയുണ്ടാകുമ്പോൾ ഒരിക്കലും വിചാരിക്കുകയില്ല ഞാൻ വളരുകയാണ് എന്ന് വിചാരിക്കുകയില്ല. സെല്ലുകൾ അവിടെ വർദ്ധിക്കുന്നുണ്ട്, സെല്ലുകൾ കുമിഞ്ഞുകൂടുകയാണ് ആ മുഴയിൽ ചെയ്യുന്നത്. പക്ഷേ ആ മുഴ ഒരു വളർച്ചയല്ല, ആ മുഴ ഒരു ക്യാൻസറാണ്. പലിശ കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും വളർച്ച ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആ വളർച്ചയെ സമ്പദ്ഘടനയുടെ ക്യാൻസറിന്റെ വളർച്ചയായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. ഫലാ യർബു ഇൻദല്ലാഹ്. അല്ലാഹുവിങ്കൽ അത് വളരുന്നില്ല, യഥാർത്ഥത്തിൽ അത് വളരുന്നില്ല എന്നർത്ഥം. വമാ ആതൈതും മിൻ സകാത്തിൻ തുരീദൂന വജ്ഹല്ലാഹ്. എന്നാൽ അല്ലാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ടാണ് നിങ്ങൾ സകാത്ത് നൽകുന്നത്. നിങ്ങൾ കഴിഞ്ഞ റമദാനിൽ ഒരുപാട് സകാത്ത് നൽകിയല്ലോ. നാട്ടിൽ സാമ്പത്തിക വളർച്ച ഉണ്ടാകണമെന്ന് വിചാരിച്ച് നൽകിയതല്ലല്ലോ അത്. ഓരോ നയാ പൈസ നൽകുമ്പോഴും അല്ലാഹുവിങ്കിൽ നിന്ന് കൂലി കിട്ടണം എന്നാണ് നിങ്ങൾ വിചാരിച്ചത്. പക്ഷേ അങ്ങനെ നിങ്ങൾ നൽകുന്ന ധനം ഫഉലൈക ഹുമുൽ മുളൈഹൂൻ, അവർ സമ്പദ്ഘടനയെ ഇരട്ടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. സകാത്ത് സമ്പദ്ഘടനയെ ഇരട്ടിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിലയിരുത്തുന്നു. സമ്പദ്ഘടനയുമായി ബന്ധപ്പെട്ട ഇത്തരം മൗലികമായ കാര്യങ്ങൾ വായിച്ച് പഠിച്ച് മനസ്സിലാക്കി നമ്മൾ എത്തുന്ന വേദികളിലും സദസ്സുകളിലും കല്യാണ വീടുകളിലും അത് വിശദീകരിച്ചു കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതിനാണ് ഇസ്ലാമിക ദഅവത്ത് എന്ന് പറയുന്നത്.
ഇസ്ലാമിക ദഅവത്ത് തുടങ്ങേണ്ടത് എവിടുന്ന്, അവസാനിക്കേണ്ടത് എവിടുന്ന് എന്ന് പ്രത്യേകം ഒരു നിശ്ചയമൊന്നുമില്ല. ഒരു സന്ദർഭമുണ്ടാകുമ്പോൾ ആ സന്ദർഭത്തെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തി അവിടെ പറയേണ്ട ഇസ്ലാമിക ആശയങ്ങൾ പറയുന്നതിനാണ് ദഅവത്ത് എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാനും നമ്മുടെ സമൂഹത്തിലെ ആളുകൾക്ക് ഇത് മനസ്സിലാക്കി കൊടുക്കുവാനുമുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. ഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും. അൽഹംദുലില്ലാഹിൽ വാഹിദിൽ അഹദ് അൽ ഫർദിസ് സമദ് അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് വഅലാ ആലിഹി സ്വലാത്തൻ ബിലാ അദദ് ബാഖിയതൻ ഇലൽ അബദ്. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു മാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതൻ മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. പ്രിയമുള്ള സഹോദരന്മാരെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒന്നുകൂടി ഞാൻ നിങ്ങളോട് വസീയത്ത് ചെയ്യുകയാണ്. ലോകം ഒരു സാമ്പത്തിക പ്രതിസന്ധിയിൽ അഭിമുഖീകരിക്കുന്നത് പോലെ ഇന്ത്യയിലെ മുസ്ലിങ്ങളും ഒരു പ്രതിസന്ധിയെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു ഖുതുബയിൽ അതിലേക്കുള്ള സൂചന നൽകിയിരുന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. മുസ്ലിം സമുദായത്തിന് തങ്ങൾ അന്യവൽക്കരിക്കപ്പെടുന്നു, അവഗണിക്കപ്പെടുന്നു എന്ന ബോധം ശക്തിപ്പെടുന്നത് ഈ സമുദായത്തിനോ ഈ രാജ്യത്തിനോ ഒരു ഗുണവും ചെയ്യുകയില്ല. അതില്ലായ്മ ചെയ്യാൻ എല്ലാ ഭാഗത്തു നിന്നും ശ്രമങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിം സമൂഹം ഇന്ത്യയിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ മാനസിക പീഡനത്തിൽ നിന്ന്, അന്യവൽക്കരണത്തിൽ നിന്ന് ഈ സമൂഹത്തെ രക്ഷിക്കുമാറാകട്ടെ. നിർഭയപൂർണമായ ഒരു രാജ്യമായി ഈ രാജ്യത്ത് നിലനിർത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സഹായിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات طيب ثراهم واجعل الجنة مأواهم. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم لا تشفي خلقنا بالنار ولا تجعلنا من حطب النار فإنها بئس الدار وبئس المثوى وبئس القرار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.